ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരിഹാര പ്രവൃത്തി പരമോന്നത പ്രാർത്ഥനയായിട്ട് ദൈവം കൈക്കൊള്ളും. നമ്മുടെ പാപത്തിനുള്ള പരിഹാരം, മറ്റുള്ളവരുടെ പാപത്തിനുള്ള പരിഹാരം, അങ്ങനെ എന്തെങ്കിലും പരിഹാര പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് ദൈവം അത് വലിയ ഒരു പ്രാർത്ഥനയായിട്ട് കൈക്കൊള്ളും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു കുടുംബത്തിൽ 3 തലമുറ വരെ, ഒരു തലമുറ, അടുത്ത തലമുറ, മൂന്നാമത്തെ തലമുറ, കുടുംബനാഥൻ ഒരു 45 വയസ്സിനപ്പുറത്തോട്ട് പോയില്ല. അപ്പോൾ അതിന് മുമ്പ് ഒന്നുകിൽ ആക്സിഡൻറ്റ്, മാരകമായ രോഗം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് മരിക്കും. ഇതിങ്ങനെ അടുത്ത തലമുറ വീണ്ടും മൂന്നാമത്തെ തലമുറയിലേക്ക് എത്തി. മൂന്നാമത്തെ തലമുറയിൽ കുടുംബനാഥൻ ക്യാൻസർ ഏതാണ്ട് 4th സ്റ്റേജ് എത്തി നിന്ന ആ ഒരു സമയം, മരണത്തോടടുത്ത സമയം, അവർ ആ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. ആ പ്രാർത്ഥനയ്ക്ക് വന്ന ടീമിൽ ചിലർക്ക് നല്ല ദർശനങ്ങൾ, മെസ്സേജ് ഇതൊക്കെ ഉള്ളവരായിരുന്നു. അവർക്കൊരു മെസ്സേജ് കിട്ടി. ഇവരുടെ മുൻ തലമുറ വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, മുൻ തലമുറയിൽ ഉണ്ടായ ചില കാര്യങ്ങൾ, ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ, രക്തപാതക കുറ്റം, അതിനെ പരിഹാരം ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ചില അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു സൂചന. ഇവരിതേക്കുറിച്ച് വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇതവർ പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് കേട്ടോ, വെറുതെ പറഞ്ഞല്ല, അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ മെസ്സേജ് കൂടെ കിട്ടിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഒരു പരിഹാര പ്രവൃത്തി അതിനാവശ്യമാണ്. അവരത് ചെയ്തു. അവരവിടെ സംശയിക്കുകയോ പ്രാർത്ഥനക്കാരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒന്നുമല്ല ചെയ്തത്. അവരാ മെസ്സേജ് അംഗീകരിച്ചു, പരിഹാരം ചെയ്തു. അതിനുശേഷം ആ കുടുംബത്തിൽ അങ്ങനെ ഒരു മരണം ഉണ്ടായില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയത്. ആ രീതിയിൽ, അല്ലാതെ സാധാരണ രീതിയിലുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചു. ഇപ്പം നോക്കിയേ, വളരെ ഗുരുതരമായൊരു പാപം, ഗൗരവമുള്ളൊരു വിഷയം അവർ നേരിട്ടുകൊണ്ടിരുന്നത്. ഇനി അവിടെയും അതിന് പരിഹാരം ഉണ്ടായി. അവരൊരു പരിഹാര പ്രവൃത്തി ചെയ്യാൻ സന്നദ്ധത കാണിച്ചപ്പോൾ, ഇങ്ങനെയുള്ള പരിഹാര പ്രവൃത്തികൾ പരമോന്നതമായൊരു പ്രാർത്ഥനയായിട്ട് ദൈവത്തിൻ്റെ വചനം എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതാനും ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, ദൈവത്തിൻ്റെ അതേ ചിന്താധാര ഉൾക്കൊള്ളുന്ന മറ്റ് വിശുദ്ധരെയും കാണാൻ പറ്റും. ഒരു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു അമ്പ് എയ്തത് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി അമ്പ് ശരീരത്തിൽ കയറിയെങ്കിൽ അമ്പ് നമ്മൾ ഊരിയെടുക്കും. അമ്പ് ഊരിയെടുത്താലും അതിൻ്റെ മുറിവ് ബാക്കി നിൽക്കും. അതിന് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താ? അതിന് മരുന്നൊക്കെ വെച്ച് കെട്ടി ട്രീറ്റ്മെൻ്റ് എടുത്ത് ആ മുറിവ് സുഖപ്പെടുത്തിയെടുക്കും. സാധാരണ നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. ഏതാണ്ട് ഇതുപോലെ ഈ വിശുദ്ധന് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. പാപം ചെയ്ത് മുറിവേറ്റവർ നമ്മുടെ ആത്മാവിന് ക്ഷതമേറ്റ് കഴിയുമ്പോൾ കുമ്പസാരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ആ കുമ്പസാരത്തിലൂടെ അമ്പ് ഊരിയെടുക്കുന്നു. ആരോ പിയേഴ്സ് ചെയ്ത ആരോ ഊരിയെടുക്കുന്നു. പക്ഷേ ആ മുറിവ് അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ആ മുറിവിനൊരു ട്രീറ്റ്മെൻറ്റ് വേണം. അതിന് നമ്മൾ മെഡിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പോലെയാണ് പരിഹാര പ്രവൃത്തി. ഈ മുറിവുണങ്ങാനും നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ നമ്മുടെ പാപത്തിന് പരിഹാര പ്രവൃത്തി ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന്. അതാണ് ഈ വിശുദ്ധർ ഒരുപോലെ സൂചിപ്പിച്ച ഒരു കാര്യം. ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം, ബലി പലതരമുണ്ട്. പോളാറാമൻ മാർപ്പാപ്പ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച്. ആരാധനകളുടെ ആരാധന. ഇപ്പം വിശുദ്ധ കുർബാന മഹോന്നതമായ ഒരു ആരാധനയാണ് എന്ന് പറഞ്ഞ പോലെ ബലിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലതരം ബലികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പ്രഭാഷകൻ 35 ആദ്യ വചനങ്ങൾ വായിച്ചാൽ ഏതാനും ചില കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 35-ന്റെ 1-2 വചനങ്ങൾ. പ്രഭാഷകൻ 35, നിയമം പാലിക്കുന്നതും കൽപ്പനകൾ അനുസരിക്കുന്നതും സമാധാന ബലിയാണ്. സമാധാന ബലി, നിയമം പാലിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്. 3-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴോ പ്രഭാഷകൻ 35-ന്റെ 3 പറയുന്നത് കരുണ കാണിക്കുന്നത് ധാന്യബലിയാണ്. ധാന്യബലിക്ക് സമാനമാണ് കരുണ കാണിക്കുക. 4-ാമത്തെ വചനോ ഭിക്ഷ കൊടുക്കുന്നത് കൃതജ്ഞതാ ബലിയാണ്. നമ്മൾ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നത് പോലെയാണ് പാവപ്പെട്ടവർക്ക് നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത്, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത്. 5-ാമത്തെ വചനം അനീതി വർജിക്കുന്നത്. മറ്റേത് പുണ്യപ്രവർത്തികൾ, ഇത് പാപം വർജിക്കുന്നത്. അനീതി വർജിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പാപപരിഹാര ബലിയാണ്. ഏതെല്ലാം രീതിയിലുള്ള ബലി അർപ്പണം നമുക്ക് നടത്താൻ പറ്റും. ഇതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് നടത്താൻ, ദൈവാരാധന നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. റോമ 12-1 വായിച്ചാൽ നമ്മുടെ ശരീരത്തെ ഒരു സജീവ ബലിയായി ദൈവത്തിന് അർപ്പിക്കണം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ പലതും ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ അവിടുന്ന് അതിൽ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ ശരീരം ഒരു ബലിയായി അർപ്പിക്കുന്നു.
അത് വലിയൊരു ബലിയർപ്പണമാണ് എന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, പാപത്തിന് പരിഹാരം ചെയ്യണം എന്നുള്ളത് ദൈവവചനം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പാപമാണെങ്കിലും മറ്റുള്ളവരുടെ പാപം ആണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപം ആണെങ്കിലും ഒക്കെ പരിഹാര പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കടമ നമുക്കുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും 2 കൊരിന്തോസ് 5:21 വായിച്ചാൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്ത ഒരു വ്യക്തിയാണ് യേശു. പാപമറിയാത്തവൻ പാപമായി മാറി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മോശ, പുറപ്പാട് 32:30 വായിച്ചാൽ ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞ് അതിനായിട്ട് മുമ്പോട്ട് വരുന്ന മോശയെ കാണാൻ പറ്റും. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ എസ്രാ പ്രവാചകൻ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവാസം. സായാഹ്ന ബലിയുടെ സമയത്ത് ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടിന്മേൽ വീണ് കൈകൾ വിരിച്ചു പിടിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. എസ്രാ 9:5 മുതൽ വായിക്കുമ്പോൾ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത പ്രവാചകനെയാണ് നമ്മളിവിടെ കാണുക. ഈജിപ്തിലെ വിശുദ്ധ മറിയം തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തത് എങ്ങനെയാണ് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവൾ കുറേ വർഷങ്ങൾ പാപസുഖത്തിൽ മുഴുകിയവളാണ്. അതിനുശേഷം ആ പാപത്തിന് പരിഹാരം എന്നോണം ഈജിപ്തിലെ മരുഭൂമിയിൽ പോയി വിവസ്ത്രയായിട്ട് ആ മരുഭൂമിയിലൂടെ നടന്ന് അവളുടെ ശരീരത്തിൽ അവൾ ത്യാഗമനുഷ്ഠിച്ചു. പാപത്തിന് പരിഹാരം എന്നോണം നമ്മൾ അനുവദനീയമല്ലാത്ത സുഖം ശരീരത്തിൽ അനുവദിച്ചെങ്കിൽ അതിന് നമ്മുടെ ശരീരത്തിൽ പരിഹാരം, വേദന, ത്യാഗം ഇതൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമാകും. മൂന്നാമത്തെ കാര്യം, പരിഹാരം ചെയ്യാനുള്ള ചില മാർഗങ്ങൾ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 3:30 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. എങ്ങനെ? വെള്ളം അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം നമ്മുടെ പാപത്തിന് പരിഹാരമാവും. കുമ്പസാരം നമ്മുടെ പാപത്തിന് പരിഹാരമാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ അഗസ്തീനോസ്, അതുപോലെ മഗ്ദലന മറിയം എന്നിവരൊക്കെ ഒറ്റ കുമ്പസാരം കൊണ്ട് ജീവിതാവസാനം വരെ മാറ്റം നിലനിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് ഉയർത്തപ്പെട്ടത്. പിന്നീട് ഇവരെയൊക്കെ പാപസുഖത്തിന് ക്ഷണിച്ചെങ്കിലും അവരാരും അതിനെ സമ്മതിച്ചിട്ടില്ല. അഗസ്തീനോസ് പറഞ്ഞത്, ഞാനൊരു പുതിയ അഗസ്ത്യനാണ്, എനിക്കിനി ആ പഴയ പാപത്തിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഇനി വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയോട് പറഞ്ഞെന്താ? യോഹന്നാൻ 8:11 വായിച്ചാൽ മേലിൽ പാപം ചെയ്യരുത്. പ്രഭാഷകന്റെ പുസ്തകം 21 ആദ്യത്തെ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ പാപം ചെയ്തുവോ, ഇനിമേൽ ചെയ്യരുത്. ഈ തീരുമാനം നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും കർത്താവ് നമ്മുടെ ഇന്നലകളിലെ പാപം ഓർത്തിരിക്കില്ല. അത് യെശയ്യാ 43:25 പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഇന്നലകളിലെ പാപങ്ങൾ ഒരിക്കലും ഞാൻ ഓർത്തിരിക്കില്ല. അത് നമുക്ക് ഒരുപാട് ആശ്വാസവും പ്രത്യാശയും നൽകേണ്ട ഒരു കാര്യമാണ്. പരിഹാര പ്രവൃത്തി പരമോന്നതമായ ഒരു പ്രാർത്ഥനയാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ചെയ്യാവുന്നത്ര പരിഹാര പ്രവൃത്തികൾ നമ്മുടെ പാപത്തിന്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കുവാൻ തീരുമാനമെടുക്കാം. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും അതിനുവേണ്ട അഭിഷേകം കിട്ടുവാനും നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കൊടിയ പാപികളായ വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.